അയാളുടെ മനസ്സിലുള്ള രാഷ്ട്രീയം ഉണ്ടെങ്കിലോ കയ്യിൽ വെച്ചാണ് പറഞ്ഞതുകൊണ്ടാ. ആ രാഷ്ട്രീയമൊക്കെ കൊള്ളാം കേട്ടോ, അതൊക്കെ പറയാൻ വേണ്ടി കേസും ജയിലും ഒക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതൊന്നും പറയാൻ വേണ്ടി ഇയാളെ വിളിച്ചിട്ടേ ഒരുത്തൻ ചാകാൻ കിടന്നിട്ട് ഫോൺ വിളിച്ച ഇയാൾ ഫോൺ എടുക്കുമല്ല. ഇയാളുടെ പണി എന്താണെന്നറിയോ? ഇതുപോലെ ഇങ്ങനെ കവലയ്ക്ക് പാത്ത് നിന്നിട്ട് പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് മുക്കിലിടുന്ന പരിപാടിയാണ്. ഇയാളെ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ? ഞങ്ങൾ തന്നെ പിന്നെ പട്ടാളത്തെ കൊണ്ടുവരണോ? നാട്ടിലൊരു ക്രമസമാധാന പ്രശ്നം വന്നാ ഞങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരുടെ ഇടയ്ക്ക് ഇന്ന് രാവിലെ ഈ പാർട്ടിയുടെ ഒരു സംസാരിക്കുന്ന ഉണ്ടാക്കലല്ല, അതാ ചെയ്യണ്ടേ കേട്ടോ, അതാ ചെയ്യണ്ടേ. ഞാൻ ഇന്ന് രാവിലെ ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ഇയാളെ ഓഫീസിൽ വന്നിരുന്നു. എന്തിനാ വന്നറിയോ? അന്നേരം പുള്ളി പറയുവാണ്, നീ മറ്റേ കട കത്തിയ കേസിന് ജാമ്യം ഒപ്പിട്ടിട്ട് പോവാ. ഇയാളുടെ മേളിൽ പോലീസുകാരുണ്ടോ നോക്കട്ടെ കേട്ടോ. ഈ എഴുത്തൊക്കെ ഞങ്ങൾക്ക് പറയാം. ഇയാളെ പോലീസായിട്ട് നാളെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ കേസ് എടുത്തിട്ടാ പോകുന്നുള്ളൂ. വേണ്ടെന്ന് ഇതൊന്നും ആരെയും വിളിച്ചു വരുന്നത് കാര്യമില്ല. 7 മണിയോടെ അപ്പൊ നിങ്ങൾ എന്റെ തലയിൽ എന്തിനാണ് കയറുന്നത്? സ്റ്റേഷനിൽ വരുന്നവരോട് മര്യാദയ്ക്ക് എന്നെ പേടിപ്പിക്കാൻ വരുന്നവരോട് ഇതൊന്നും ആരെയും വിളിച്ചു വരുന്നത് കാര്യമില്ല. 7 മണിയോടെ അപ്പൊ നിങ്ങൾ എന്റെ തലയിൽ എന്തിനാണ് കയറുന്നത്? സ്റ്റേഷനിൽ വരുന്നവരോട് മര്യാദയ്ക്ക് എന്നെ പേടിപ്പിക്കാൻ വരുന്നവരോട് മര്യാദ ഞങ്ങൾ 4-5 പേരല്ല വരുന്നത് കേട്ടോ. എത്ര പേര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. എത്ര പേര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് പേടിയില്ല കേട്ടോ. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ആരെയും ഒന്നും പെരുമാറിയിട്ടില്ല. ഞാനൊന്നും പെരുമാറിയിട്ടില്ല. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പേടിപ്പിക്കാൻ നോക്കണ്ട. എന്നെ നിങ്ങൾ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് പേടിയില്ല. ഞാനും കാര്യമല്ല ഒന്ന് പൊക്കോ. നിങ്ങൾ എന്നെ പഠിപ്പിക്കില്ല. പറഞ്ഞ പോകുന്ന ആൾക്കാരല്ല. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. എന്നെ പേടിപ്പിക്കാൻ പേടിക്കുകയില്ല. എന്നെ പേടിപ്പിക്കില്ല. എനിക്ക് എന്നെ പേടിപ്പിക്കാൻ നോക്കാം. നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾ എത്ര പേര് വന്നാലും എന്നെ പേടിപ്പിക്കും. എന്നെ പേടിപ്പിക്കാൻ നോക്കാം.
എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. അല്ലെ പയ്യനെന്തിയാ പയ്യൊന്നും പോവുകയല്ല. നാളായിട്ട് ഇതേപോലെ എസ്ഐയോട് സംസാരിക്കാൻ തോന്നുന്നില്ല. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നാളായിട്ട് ഒരു എസ്ഐയോട് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. മര്യാദയ്ക്ക് ജോലി ചെയ്ത് എനിക്ക് നിങ്ങളുടെ വിവരം അറിയും. വിവരം എന്നെ ആരും വിവരം അറിയിക്കാൻ നോക്കണ്ട. എന്നെ ആരും വിവരം അറിയിക്കാൻ നോക്കണ്ട. അതൊക്കെ നോക്കാം. എന്നെ നോക്കിക്കോ നോക്കിക്കോ. എനിക്ക് നിങ്ങളൊന്നും എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് സ്റ്റേഷനിൽ വരുന്നവനെ പിടിച്ചിരുത്തിയിട്ട് FIR എടുത്ത് നിനക്കെതിരെ കേസ് എഴുതി നിങ്ങൾ നിന്നെ കൊണ്ട് ഒപ്പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നോക്കാം. അത് നിങ്ങൾ ഇയാളുടെ മണ്ടയിൽ കൊണ്ടുവന്ന് നിങ്ങൾ പറയുന്നല്ലേ നിങ്ങൾ പറയുന്നല്ലേ വന്നവര് പറഞ്ഞോ. അത് നിങ്ങൾ ഇയാളുടെ പറയുന്നല്ലേ സ്റ്റേഷനിലെ പോലീസ് ഉണ്ടോ പറയാം. അതെ നിങ്ങൾ പറയുന്നല്ലേ അത് നിങ്ങൾ പറയുന്നല്ലേ നിങ്ങൾ പറയുന്നതല്ല, പോലീസ് നിങ്ങൾ പൊക്കോ നിങ്ങൾ എത്ര പേര് കൂടി വന്ന് എന്നെ പേടിപ്പിക്കാൻ നോക്കണം.